Hi guys, welcome to 3 Just Friends Family Vlog. ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് സൂയിലേക്കാണ് പോകുന്നത്. നല്ല അടിപൊളി മാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിത് ആ കാറിൽ പോവാണ്. സ്വപ്നേച്ചി, ജിസ്നേച്ചി, നമ്മളെ ഫാമിലീസ് മൊത്തം ഉണ്ട്. നമ്മൾ കോട്ടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറേ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളൂ. ഇത് വേഗം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് അടിപൊളിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്വപ്നേച്ചി ഇത് അടിപൊളിയാക്കിന്. അടുത്ത നെക്സ്റ്റ് ജിസ്നേച്ചി ഇത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇത് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ആരാധ്യ ഹായൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മസ്തി കളിക്കാൻ പോവാണ് ഗൈസ് സൂവിൽ. അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തത് അകത്ത് കയറാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ, അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്താലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. അതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന്. അത് അപ്പോൾ അച്ഛനും മോളും ഇതാ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് അവിടുന്ന്. രണ്ടാൾ മാത്രം വീഡിയോ എടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മളിത് അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. പാർക്കിൽ ഇത് ആദ്യം കയറിയത് അമൃതേശാണ് കേട്ടോ. ആദ്യം തന്നെ ഓനൊന്ന് സ്ലൈഡ് ചെയ്ത് നോക്കി. ഏതോ ചെറുപ്പത്തിലെങ്ങാനും സ്ലൈഡ് ചെയ്താണല്ലോ. അപ്പോൾ ഒന്നുകൂടി സ്ലൈഡ് ചെയ്ത് നോക്കുകയാണ് ഞാൻ. ഒട്ടുമിക്ക എല്ലാവരും സ്ലൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുപ്പകാലങ്ങൾ ഒന്ന് അഴവിറക്കിയതാണ് എല്ലാവരും. നെക്സ്റ്റ് ഇത് ആരാധ്യ ചെറിയൊരു കുട്ടി ഇരുന്ന് ആടുന്നുണ്ട് ഊഞ്ഞാൽ. അപ്പോൾ നമ്മളെ പാർക്കിൽ തന്നെ ചെറിയ കുട്ടിക്ക് കളിക്കാനുള്ളതാണെങ്കിലും കളിച്ചതൊക്കെ നമ്മളെ വലിയ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ പാർക്കിൽ കളിച്ചുള്ളൂ. അത് ജിസ്നേച്ചി സ്വപ്നേച്ചി ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ ഊഞ്ഞാലാണ്ടപ്പോൾ. അപ്പോൾ നമ്മളിതാ നെക്സ്റ്റ് നമ്മളിതാ സൂവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കണ്ടതൊരു പുലിൻ്റെ പ്രതിമയാണ് കേട്ടോ. ശരിക്കും ഒരു പുലിനെ കാണാൻ ആഗ്രഹിച്ച നമ്മൾ കണ്ടത് ആദ്യത്താണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി എല്ലാം ഇങ്ങനെ പ്രതിമ തന്നെയാണോ, സൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത് തന്നെയാണോ, ഒറിജിനൽ ഇല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ സംശയം വന്നിന് കേട്ടോ. പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നെക്സ്റ്റ് നമ്മൾ പോയത് എമ്മുവിൻ്റെ അടുത്തേക്ക് കേട്ടോ. കണ്ടാൽ ഒട്ടക പക്ഷീനെ പോലെ തോന്നുന്ന സാധനം കേട്ടോ. ഇതിൻ്റെ പേരാണ് എമു. അടുത്തത് കുറേ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തന്നെ അതിശയിച്ച് പോയത് കോഴീനെ ഇതിനകത്ത് കൂട്ടിലിട്ട് വെച്ചതാണ്. കോഴീനെയും കാക്കേനെയൊക്കെ ഇതിനകത്ത് കണ്ടില്ലേ, കോഴീനെയും കാക്കേനെയൊക്കെ ഇതിനകത്ത് കൂട്ടിലിട്ട് വെച്ചത് കണ്ടപ്പോഴാണ് നമുക്ക് അതിശയം തോന്നിയത്. കാരണം നമ്മളെ നാട്ടിലിത് എന്താ പറയുക, പറമ്പക്കൂടെയൊക്കെ ഓടിക്കളിക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്കിതൊരു അത്ഭുതം തോന്നി. പിന്നെ നമ്മളിതാ കുറേ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് മരം കണ്ടപ്പോൾ നമ്മളൊന്ന് ഞെട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ കുരങ്ങന്മാരെടുത്തേക്കാണ് പോയത്. കുരങ്ങന്മാരെടുത്ത് ഏറ്റവും കൂടുതൽ നല്ല രസമുണ്ടായത്. എല്ലാവരും അതിങ്ങളെ കുറേ കളിപ്പിച്ചിട്ട്. അടുത്തതാണ് കേട്ടോ അടിപൊളി യാത്ര. നമ്മളിതൊരു കാട്ടിൽ കൂടെ പോണ ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഓട്ടോ പോലുള്ള സാധനത്തിലാണ് കേട്ടോ നമ്മൾ കയറിയത്. കുറേ സ്കൂൾ കുട്ടികളൊക്കെ കയറാൻ വേണ്ടി കാത്തുത്തിരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡീർ സവാരി, അതായത് നമ്മൾ മാനുകളെ കാണാൻ വേണ്ടി പോവാണ് നമ്മളെ കാട്ടിലേക്ക്. ഇതിലൂടെ നടന്നു പോകാൻ കഴിയില്ല, കാരണം എപ്പോഴാണ് ചാടി വീകാന്ന് അറിയില്ല. ഇത് അതിമനോഹരമായ കാഴ്ചയാണ് ഗൈസ്. എന്താ നമ്മൾ കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അതാ ഓടി കളിക്കുന്ന മാനുകളും അടിപൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇത് കണ്ടപ്പോൾ. ഇത്ര മാനുകൾ എന്നാണ്. അതും വെറൈറ്റി മാനുകളാണ് കേട്ടോ. വലിയ സൈസ് ഉണ്ട്, ചെറിയ സൈസ് ഉണ്ട്, കുട്ടി മാനുകളുണ്ട്. കണ്ടാൽ നമ്മൾ അതിശയിച്ച് പോകും. അത്ര ഓരോന്നോരോന്ന് ഇങ്ങനെ അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ചാടി പോവാണ്. അങ്ങനെ ചാടി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ശരിക്കും നമ്മൾ ഈ യാത്രയിന് അടിപൊളി കേട്ടോ. മാനുകളെ നമ്മൾ ആദ്യമായിട്ട് കാണാം കേട്ടോ. നമ്മൾ ടി വിയിലും ഒക്കെ ഒന്നോ രണ്ടോ മാനുകളെ കാണാല്ലാണ്ട് ഇത്രയും അധികം മാനുകളെ, അതും ഇത്രയും വെറൈറ്റി ടൈപ്സിനെ കാണുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. അതും അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.